നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ സയൻസിലെ 7ാമത്തെ ചാപ്റ്ററാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഭാഗമാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഠിക്കാൻ പോകുന്ന ആരെ പറ്റിയിട്ടാണ്? മീഡിയാസ് ആൻഡ് സോഷ്യൽ റിഫ്ലക്ഷൻസിനെ പറ്റിയിട്ടാണ്. അതായത് മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ, പത്രം, അത് രണ്ടും നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. സോഷ്യൽ മീഡിയ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, ഫേസ്ബുക്ക്, വാട്സാപ്പ്, അതെല്ലാം ഉൾപ്പെടുന്ന മീഡിയകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മീഡിയ ആൻഡ് സോഷ്യൽ റിഫ്ലക്ഷൻസ്, മീഡിയകൾ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെ സ്വാധീനിക്കുന്നത്, അത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത് അല്ലേ. ഇന്നെല്ലാം സോഷ്യൽ മീഡിയയുടെ കളിയാണ്. അപ്പോൾ ആ മീഡിയ എന്ന് പറഞ്ഞാൽ എന്താ? മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് തന്നെ ആദ്യം പഠിക്കാനുള്ളത് മാസ് മീഡിയ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. മാസ്, ഒരേ സമയം ഒരുപാട് പേരിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ് ഈ മാസ് മീഡിയ എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് അത് വരും. പ്രത്യേകത എന്താ? ദാറ്റ് ക്യാൻ സൈമിൾട്ടേനിയസ്ലി റീച്ച് മെനി പീപ്പിൾ. ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പർ ഏജൻസി ഒരു പത്രം അടിച്ചിറക്കിയാൽ ആ വായിക്കുന്ന എല്ലാവർക്കും അതിൽ നിന്നുള്ള അറിവ് കിട്ടും. ഒരു പുസ്തകം നമ്മൾ അച്ചടിച്ചിറക്കുമ്പോൾ പുസ്തകം എഴുതുന്ന ആൾ ഒരു കോപ്പി എടുത്തു, അതിൻ്റെ പല പല കോപ്പികളായി വിൽക്കുന്നു. ഒരു വ്യക്തിയുടെ ആശയം ഒരുപാട് പേരിലേക്ക് എത്തുന്നു. ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നു, ഞാൻ ഈ പറയുന്ന ക്ലാസ് നിങ്ങൾ ഒരുപാട് പേരിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരേ സമയം എത്തുന്നു. അപ്പോൾ ഒരു ചെറിയ കാര്യം ഒരുപാട് പേരിലേക്ക് എത്തുമ്പോൾ നമുക്ക് തന്നെ മാസ് മീഡിയ എന്ന് പറയാം. പത്രം, നമ്മുടെ TV ചാനലുകൾ, ന്യൂസുകൾ, അതുപോലെ പുസ്തകങ്ങൾ, സോഷ്യൽ മീഡിയ, ഇതൊക്കെ എന്തിനകത്ത് വരും? മാസ് മീഡിയക്കകത്ത് വരും. അപ്പോൾ എന്താ മാസ് മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് റെഫേഴ്സ് ടു ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ദാറ്റ് ക്യാൻ സൈമിൾട്ടേനിയസ്ലി റീച്ച് മെനി പീപ്പിൾ. ഒരേ സമയം ഒരുപാട് പേരിലേക്ക് എത്താൻ പറ്റും. ഇൻക്ലൂഡിങ് ന്യൂസ് പേപ്പർ, മാഗസിൻ, റേഡിയോ, ടെലിവിഷൻ, ഇൻ്റർനെറ്റ് ആൻഡ് സോഷ്യൽ മീഡിയ. ഇവയെ പറ്റിയിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് നിങ്ങൾ വന്നിട്ടുള്ളതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ എന്താണ്, ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും ഒരു മടി കാണിക്കണ്ട. ഇഷ്ടപ്പെട്ടാൽ അത് ഇഷ്ടപ്പെട്ടു എന്നും ഇല്ല, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ പറയാം. അതിനല്ലേ കമൻറ്റ് ബോക്സ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റും. അതെല്ലാം മീഡിയകളുടെ പ്രത്യേകതയിൽ വരുന്ന കാര്യമാണ്. ഈ കാണുന്ന നോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇനിയും ഞാൻ വീണ്ടും പറയുന്നു, കാരണം ഇപ്പോഴും പലരും കമൻറ്റ് ചോദിക്കുന്നുണ്ട്, സാറേ നോട്ട് എങ്ങനെ കിട്ടുമെന്ന്. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക, ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അല്ലെങ്കിൽ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ട് വേണമെന്ന് പറയുക. പക്ഷേ ലേറ്റ് ആയാലും കിട്ടും. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പിനകത്തുള്ളവർ തന്നെ ഷെയർ ചെയ്ത് തരും, അല്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? പഠിച്ചോ? ഒന്നാമത്തെ പോയിന്റ് എന്താ നമ്മളിന്ന് പഠിച്ചോ? ഒന്നാമത്തെ പോയിന്റ് എന്താണ് മാസ് മീഡിയ? മാസ് മീഡിയ എന്ന് വെച്ചാൽ അതിനകത്ത് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. പ്രത്യേകത, അതിന് സൈമിൾട്ടേനിയസ് ആയിട്ട് ഒരുപാട് പേരിലേക്ക് എത്താനായിട്ട് പറ്റും. ന്യൂസ് പേപ്പറും മാഗസീനും റേഡിയോയും ടെലിവിഷനും ഒക്കെ എന്തിനകത്താണ് വരുന്നത്? മാസ് മീഡിയക്കകത്താണ് വരുന്നത്. എന്താ മാസ് മീഡിയയുടെ പ്രത്യേകത? എടാ, നമ്മളെ വായിക്കാൻ പഠിപ്പിച്ചത് മാസ് മീഡിയ അല്ലേ? പുസ്തകങ്ങളിൽ നിന്നല്ലേ നിങ്ങൾ അക്ഷരം പഠിച്ചത്? അതിൽ നിന്നല്ലേ നിങ്ങളുടെ ആശയങ്ങൾ രൂപീകരിച്ചത്? അപ്പോൾ മാസ് മീഡിയയ്ക്ക് ഒരുപാട് പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, സ്വാധീനിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. നമ്മൾ കാണുന്ന എല്ലാം മാസ് മീഡിയക്കകത്ത് വരും കേട്ടോ, അത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ റോൾ ഓഫ് മാസ് മീഡിയ ഇൻ ഡെവലപ്പിംഗ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഈ പാരഗ്രാഫിലാണ് അതിനെ പറ്റിയിട്ട് പറയുന്നത്. എന്താ പറയുന്നത്? മീഡിയ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡെവലപ്പിംഗ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽ ഇൻ ഇൻഡിവിജ്വൽസ്. എങ്ങനെയൊക്കെയാണ്? നമ്മൾ ഭാഷ എന്ന് പറയുന്നൊരു കാര്യത്തെപ്പറ്റി പഠിച്ചത് തന്നെ നമ്മുടെ ന്യൂസ് പേപ്പറിൽ നിന്നും മാഗസീനുകളിൽ നിന്നും ബ്ലോഗ്, ഇപ്പോൾ ഓൺലൈൻ ആണെങ്കിൽ ബ്ലോഗ്, അതുപോലെ സോഷ്യൽ മീഡിയകളിൽ നിന്നാണ് അല്ലേ. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ജനറേഷൻ കൂടുതലും അറിവ് പഠിച്ചത് എവിടെ നിന്നാണ്? സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെയാണെന്ന് വേണം പറയാൻ. കാരണം പുസ്തക വായന നമുക്ക് പതിവ് ഇല്ലല്ലോ അല്ലേ. എൻകറേജസ് റീഡിങ്, അതുപോലെ ഇൻറ്ററാക്റ്റീവ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള സോഷ്യൽ മീഡിയകളും ബ്ലോഗുകളും ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഒരേ സമയം നമ്മുടെ 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 ചിന്തകളെ, നമ്മുടെ തോട്ട്സിനെ ഷെയർ ചെയ്യാനും അത് ഒരുപാട് പേരിലേക്ക് എത്തിക്കാനും ഒക്കെ സഹായിക്കുന്നു. ലൈബ്രറിയും ബുക്ക് ക്ലബ്ബുകളും ഓൺലൈൻ റൈറ്റിംഗ് കമ്മ്യൂണിറ്റീസും ഒക്കെ എന്ത് ചെയ്യുന്നു, ആൾക്കാർക്ക് ഈ പറയുന്ന വായനാശീലം, എഴുതാനുള്ള ശീലവും കൾച്ചറും എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. മാസ് മീഡിയ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, പല പല ആൾക്കാരുടെ പല പല അറിവുകളൊക്കെ എന്ത് ചെയ്യുന്നു, ഒരേ സ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കുന്നു. അപ്പോൾ ഇതാണ് മാസ് മീഡിയയുടെ ജോലി. അപ്പോൾ എങ്ങനെയാണ് മാസ് മീഡിയ റീഡിങ് ആൻഡ് റൈറ്റിംഗ് സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളതാ ഈ പറയുന്ന ഇത്രയും പോയിന്റുകളാണ് പഠിച്ചു വെക്കേണ്ടത്. എന്തൊക്കെയാണ്? ഒന്ന്, ലാംഗ്വേജിന് എക്സ്പോസ് ചെയ്ത് കൊടുക്കുന്നു. ലാംഗ്വേജ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് എക്സ്പോഷർ കൊടുക്കുന്നു. അടുത്ത്, ഇൻ്ററാക്റ്റീവ് പ്ലാറ്റ്ഫോമായിട്ട് ആക്ട് ചെയ്യുന്നു. പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതിലൂടെ ഭാഷ ഡെവലപ്പ് ചെയ്യുക. കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നു അല്ലേ. ജെൻസി കൾച്ചറൊക്കെ നിങ്ങൾക്ക് കിട്ടിയത് സോഷ്യൽ മീഡിയയിൽ നിന്നാണ്. ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഏത് നാട്ടിലാണോ ജനിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾ ജീവിക്കത്തുണ്ടായിരുന്നുള്ളൂ അല്ലേ. പക്ഷെ നമ്മളിപ്പോൾ അങ്ങനെയാണോ? അല്ല. നമുക്കിന്ന് ഒരേ സമയം നമുക്കിന്ന് അമേരിക്കയുടെ ട്രെൻഡ് അറിയാം അല്ലേ, യൂറോപ്പിലെ കൾച്ചർ എന്താണെന്നറിയാം, യൂറോപ്പിലെ ഫാഷൻ, ഇറ്റലിയിലെ സെൻസ് അല്ല നമുക്കറിയാം, മുംബൈ, ഡൽഹി അവിടുത്തെ സെൻസ് നമുക്കറിയാം, ഫാഷൻ അറിയാം, ഫാഷൻ ഇൻഡസ്ട്രി അറിയാം. അതൊക്കെ എന്തുകൊണ്ടാണ്? അല്ല, നിങ്ങൾ ചെറിയ പിള്ളേർ പോലും ഇന്ന് മേക്കപ്പ് ചെയ്ത് നടക്കുന്നതും അല്ലെ നമ്മുടെ കൊറിയൻ സ്റ്റൈലിൽ മുടി വെട്ടുന്നതും ഒക്കെ എന്തുകൊണ്ടാണ്? ആ കൾച്ചർ നിങ്ങളേക്ക് എത്തുന്ന ഇത് പറയുന്ന സോഷ്യൽ മീഡിയ കൊണ്ടിട്ടാണ്.
മാസ് മീഡിയ അതിൻ്റെ ലിറ്ററസി അല്ലെ എഴുത്തും വായനയും പഠിപ്പിക്കാനും അതുപോലെ തന്നെ ടെക്നോളജിക്കലി ഷിഫ്റ്റ് നടത്താനും ഈ പറയുന്ന മീഡിയക്ക് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അത് മീഡിയ സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താ റോൾ ഓഫ് മീഡിയ ഇൻ റീഡിങ് ആൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ന്യൂസ് പേപ്പർ, മാഗസിൻ, ബ്ലോഗ് പോലെയുള്ളവ നമ്മളെ വായിക്കാൻ പഠിപ്പിച്ചു. സോഷ്യൽ മീഡിയയും ഫോറങ്ങളും ബ്ലോഗുകളും നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ ഈ പറയുന്ന പരസ്പരം ഇൻറ്ററാക്ട് ചെയ്യാനും നമ്മുടെ തോട്ട്സ് ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ ചിന്തകൾ ഡെവലപ്പ് ചെയ്യാനും സഹായിച്ചു. ലൈബ്രറികളും ബുക്കുകളും ക്ലബ്ബുകളും ഒക്കെ നമ്മൾ എന്താണ് നമ്മുടെ കൾച്ചറും ഡെവലപ്പ് ചെയ്യാൻ, സോഷ്യൽ മീഡിയ, റൈറ്റിംഗ് സ്കിൽ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. മീഡിയകൾ, ലിറ്ററസി, മറ്റു കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. സോ അതവിടെ നിൽക്കട്ടെ. ഇനി മെയിൻ ഭാഗം, ഇന്നും പഠിക്കാൻ പോകുന്ന മെയിൻ ഭാഗം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീഡിയകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ തരം മീഡിയകളുണ്ട്. മീഡിയകളെ പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്ന 4 രീതിയിലാണ്. ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പ്രിൻ്റ് മീഡിയ, പ്രിൻറ്റിങ്, ന്യൂസ് പേപ്പർ, ബുക്ക് അതിനകത്ത് വരും. ബ്രോഡ്കാസ്റ്റ് മീഡിയ, TV ചാനലുകൾ. ഡിജിറ്റൽ മീഡിയ, നമ്മുടെ നമ്മുടെ വെബ്സൈറ്റുകൾ, അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ വരുന്നതാണ് സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ തന്നെ പക്ഷേ പരസ്പരം ഇൻറ്ററാക്ഷൻസ് ഉറപ്പുവരുത്തുന്ന കാര്യങ്ങൾ. നോക്കാം ഓരോന്നായിട്ട്. ആദ്യം എന്താ പ്രിൻ്റ് മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിൻ്റ് മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും, പുസ്തകങ്ങൾ, ന്യൂസ് പേപ്പറൊക്കെയാണ് പ്രിൻ്റ് മീഡിയക്കകത്ത് വരുന്നത്. എന്തൊക്കെ വരും, ന്യൂസ് പേപ്പർ, മാഗസീനുകൾ, പുസ്തകങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നത്. എന്തൊക്കെ ഈ പ്രൊവൈഡ് കോംപ്രഹെൻസീവ് ന്യൂസ്, ഫീച്ചേഴ്സ് ആൻഡ് ലിറ്റററി വർക്ക് ടു ദ കമ്മ്യൂണിറ്റി, അല്ലേ. അത് വായനയ്ക്കാനുള്ള ഒരു മീഡിയയാണ്. അപ്പോൾ വായിക്കുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇത് പ്രിൻ്റ് ചെയ്യുന്ന ആളുടെ ആശയം നിങ്ങളിലേക്ക് എത്തിക്കും, അല്ലേ. നിങ്ങളത് വായിക്കുന്നു, നിങ്ങൾ ആശയം എന്ത് ചെയ്യുന്നു, ഉൾക്കൊള്ളുന്നു. വൺ വേ ആണ്, അല്ലേ. ഇതെന്താണ്, ഇത് വൺ വേ ആണ്. അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന പുസ്തകത്തോട് തിരിച്ച് സംസാരിക്കാൻ, അഭിപ്രായം പറയാനോ ഒന്നും പറ്റത്തില്ല, വായിച്ച് അറിവ് നേടാനേ പറ്റത്തുള്ളൂ. ഓക്കെ, റിലയബിൾ ആയിട്ടുള്ള റീഡിങ് എക്സ്പീരിയൻസ് നമുക്ക് തരുന്നു. ഇതാണ് പ്രിൻ്റ് മീഡിയയുടെ ഗുണമെന്ന് പറയുന്നത്. നമുക്കിത് സ്റ്റോർ ചെയ്ത് വയ്ക്കാം, ഭാവിയിൽ പിന്നീട് വായിക്കാനും പറ്റും. അപ്പോൾ ഫസ്റ്റ് പ്രിൻ്റ് മീഡിയ എന്തൊക്കെ വരും, ന്യൂസ് പേപ്പർ, മാഗസീന്, പുസ്തകങ്ങൾ. എന്ത് തരും, പ്രൊവൈഡ് റിലയബിൾ ആൻഡ് കോംപ്രഹെൻസീവ് റീഡിങ് മെറ്റീരിയൽസ്. നമുക്ക് വായിക്കാനുള്ള വിശ്വാസ്യമുള്ള കാര്യം തരും, പുസ്തകങ്ങളുടെ രൂപത്തിൽ തരും. പക്ഷേ ഇതെന്താണ്, ഒരു വൺ വേ കമ്മ്യൂണിക്കേഷനാണ്. മീഡിയ ടു റീഡറേ ഉള്ളൂ, നമുക്ക് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഗുണം എന്താണ്, സ്റ്റോർ ചെയ്ത് വെച്ച് പിന്നീട് വായിക്കാൻ പറ്റും. എന്നാൽ അടുത്ത് വരുന്നതാണ് എന്ത്, ബ്രോഡ്കാസ്റ്റ് മീഡിയ. ഓക്കെ, പ്രിപ്പയർ എ ലെറ്റർ ടു ദ എഡിറ്റർ ഓൺ എനി ന്യൂസ് ഓർ ആർട്ടിക്കിൾ പബ്ലിഷ്ഡ് ഇൻ ദ പീരിയോഡിക്കൽ. നിങ്ങൾ വായിച്ച ഏതെങ്കിലും ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് എഡിറ്റോറിയൽ അല്ലെങ്കിൽ പത്ര എഡിറ്റർക്ക് ഒരു കത്തയക്കുക. അതായത് ഞാൻ ഇന്ന ദിവസം ഇന്ന വാർത്ത കണ്ടിരുന്നു, ആ വാർത്ത കണ്ടപ്പോൾ എൻ്റെ ഹൃദയഭേദകമായി, ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നൊക്കെ പറയും നമ്മൾ എഴുതൂലേ, അതാണ് സാധനം. ബ്രോഡ്കാസ്റ്റ് മീഡിയ എന്ന് വെച്ചാൽ എന്താ, ബ്രോഡ്കാസ്റ്റിംഗ്. ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു ബ്രോഡ്കാസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെയാണ്. കാരണം ഞാൻ റെക്കോർഡ് ചെയ്താണ് നിങ്ങൾക്ക് അയക്കുന്നത്, ലൈവ് ക്ലാസ് അല്ലല്ലോ, റെക്കോർഡ് ചെയ്ത് അയക്കുകയാണ്. അപ്പോൾ ഒരാളിരുന്ന് റെക്കോർഡ് ചെയ്യുന്ന സാധനത്തിനെ ട്രാൻസ്മിറ്റർ വഴി അയക്കുന്നു, അത് സാറ്റലൈറ്റ് എടുത്തിട്ട് നിങ്ങളുടെ വീട്ടിലെ ഡിഷ് TVയിലോട്ട് എത്തിക്കുന്നു, നിങ്ങളത് കാണുന്നു. ഇതാണ് ഒരു ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബ്രോഡ്കാസ്റ്റിനകത്ത് എന്തൊക്കെ വരും, നമ്മുടെ റേഡിയോ. ഇപ്പോൾ നമ്മൾ കൂടുതലും കാറിലൊക്കെ പോകുമ്പോൾ കേൾക്കുന്ന സാധനമാണ് റേഡിയോ, അല്ലേ. പണ്ട് അങ്ങനെയല്ല, വീടുകളിലും റേഡിയോ കേൾക്കുമായിരുന്നു. അപ്പോൾ റേഡിയോ, അതുപോലെ നമ്മുടെ TV ചാനലുകൾ, ഇതൊക്കെ എന്താണ്, ഒരു ഐഡിയ ഒരുപാട് ആൾക്കാരിലേക്ക് ഒരേ സമയം എത്താൻ പറ്റും. പക്ഷേ പ്രിൻ്റ് മീഡിയയ്ക്ക് അത് പറ്റത്തില്ല, അറിയാമല്ലോ. ഒരേ കാര്യം ന്യൂസ് പേപ്പർ വഴിയാണെങ്കിൽ പോലും ഒരു ന്യൂസ് പേപ്പർ ഒരാൾക്ക് ഒരു നേരം വായിക്കാൻ പറ്റുള്ളൂ. പക്ഷേ മീഡിയ അങ്ങനെയല്ല, ഒരേ കാര്യം ഒരേ സമയം ഒരുപാട് ആൾക്കാരിലേക്ക് നമുക്ക് ഒരേ സമയം എത്തിക്കാനായിട്ട് പറ്റും, അല്ലേ. അത് ആലോചിച്ച് നോക്കിയേ, ഒരു TV ചാനൽ 50 പേർക്ക് ഇരുന്ന് കാണാം, അപ്പോൾ 50 പേരിലോട്ട് ഒരുമിച്ച് എത്തുകയാണ്. ആ ഒരു സെൻസിൽ മനസ്സിലാക്കുക. ഓക്കെ, ഇൻ ദിസ് കേസ് കമ്മ്യൂണിക്കേഷൻ ഈസ് പോസിബിൾ ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. ഇതും എന്ത് തന്നെയാണ്, വൺ വേ തന്നെയാണ്, അല്ലേ. ഒരേ സമയം നമുക്ക് അങ്ങോട്ടൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ പറയാറില്ല ഇയാളെന്താ റേഡിയോ ആണോ, അല്ലേ. നമ്മൾ ചില കൂട്ടുകാരെ പറ്റിയിട്ടൊക്കെ പറയാറുണ്ട്, അല്ലേ. ഒരു കാര്യം പറഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, കേൾക്കത്തില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, അല്ലേ, ഇതെന്താ റേഡിയോ ആണോ എന്ന് ഞങ്ങളുടെ സമയത്തൊക്കെ ചോദിക്കും. നിങ്ങളുടെ സമയത്ത് വേണമെങ്കിൽ TV ചാനലാണോ എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. കാരണം വൺ വേ പറ്റത്തുള്ളൂ, അങ്ങോട്ട് മാത്രം. ഏറ്റവും കൂടുതൽ എവിടെ ആയിരിക്കും, നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെ ആയിരിക്കും, അല്ലേ. ഒരു കാര്യം നമുക്ക് അഭിപ്രായം അങ്ങോട്ട് പറയുമ്പോൾ പറയും, നീ അവിടെ ഉണ്ടായിരുന്നാൽ മതി, ഞാൻ പറയണം കേട്ടാൽ മതി എന്ന് പറയും. അതുപോലെ വൺ വേ കമ്മ്യൂണിക്കേഷനാണ് എന്ത്, മീഡിയയിലും വരുന്നത്. ദ പോസിബിലിറ്റി ഓഫ് ഇൻറ്ററാക്ഷൻ ഈസ് ഓൾസോ ലിമിറ്റഡ്. ഇവിടെ ഇൻറ്ററാക്ഷൻ ഒന്നും പോസിബിൾ അല്ല. എൻ്റെ ഈ ക്ലാസ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ലൈവിലാണ് വന്നെങ്കിലോ എന്ത് ചെയ്യാൻ പറ്റും, ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ ലൈവിൽ ഇനി വരണമെങ്കിൽ നിങ്ങളത് എന്ത് ചെയ്യുക, കമൻ്റായിട്ട് പറയുക. കുറേ പേർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലൈവ് ക്ലാസ്സുകൾ ഇടുന്നതിനെ പറ്റിയാണ് ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റെക്കോർഡ് ചെയ്ത സാധനങ്ങൾ എത്തുമ്പോൾ ചെറിയൊരു ഡിലേ ഉണ്ട്. അതായത് അപ്ഡേറ്റ് ടൈം നമുക്ക് പറ്റത്തില്ല, അല്ലേ. അതായത് ഇപ്പോൾ പറ്റും, ഇപ്പോൾ ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ് വരുന്നുണ്ട്. എന്നാൽ അതിന് മുന്നത്തെ ഒരു കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഒരു പ്രോഗ്രാം, ഒരു സിനിമ, ഒരു സീരിയൽ, ഒരു ഷോർട്ട് ഫിലിം, അതൊക്കെ റെക്കോർഡ് ചെയ്ത് അയക്കുമ്പോൾ അയച്ചതാണ്, നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ന്യൂസ്, മ്യൂസിക്, ഡിസ്കഷൻസ്, ഡിബേറ്റ്, സ്പോർട്സ്, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ബ്രോഡ്കാസ്റ്റ് മീഡിയയിൽ അവൈലബിൾ ആണ്. എന്നാൽ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, കത്തയക്കാം,
അല്ലേ? അല്ലെങ്കിൽ എന്തയക്കാം? ഇമെയിൽ അയക്കാം. അങ്ങനെ നമുക്ക് ഈ പറയുന്ന മീഡിയക്കാരുമായിട്ട് കത്തയക്കാം. നിങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ കണ്ടൊരു വാർത്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, എഡിറ്റർ ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു കത്തയച്ചു കൊടുക്കാം. ഊമക്കത്ത് വേണമെങ്കിലും അയക്കാം. മീഡിയക്ക് ഇപ്പോഴും ഊമക്കത്ത്, ഭീഷണി കത്തുമൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അതാണ് എന്താ ബ്രോഡ്കാസ്റ്റ് മീഡിയ എന്ന് പറയുന്നത്. റേഡിയോയും ടി വിയാണ് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത്. എന്താ വരുന്നത്? ബ്രോഡ്കാസ്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ സാറ്റലൈറ്റ് വഴി ഒരുമിച്ച് ആൾക്കാരിലേക്ക് എത്തിക്കുന്നതാണ്. ലാർജ് ഓഡിയൻസിന് സൈമിൾട്ടേനിയസ് ആയിട്ട് എത്തിക്കുന്നുണ്ട്. പക്ഷേ ഇതും വൺ വേ കമ്മ്യൂണിക്കേഷനാണ്. ഇൻ്ററാക്ഷൻസിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുകൂടെ മനസ്സിലാക്കുക. ന്യൂസും ഡിബേറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടും. അടുത്ത് വരുന്നതാണ് ഡിജിറ്റൽ മീഡിയകൾ. നിങ്ങളുടെ സമഗ്രയുടെ വെബ്സൈറ്റ് അല്ലേ, നമുക്ക് ഇവിടുന്ന് ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാം, മുൻവർഷ ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻ ബാങ്ക് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് അറിയാവോ? ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, അതെല്ലാവർക്കും അറിയാം. ക്വസ്റ്റ്യൻ ബാങ്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പരീക്ഷയ്ക്ക് മുന്നേ ആയിട്ട് ഇവിടെ ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്ലോഡ് ചെയ്യും. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും. ഇവിടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഇവിടെ നിന്നാണ് കിട്ടിയത്, ഇവിടെ നിന്നൊക്കെ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ അതാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ വരും? ഇൻ്റർനെറ്റിൻ്റെ വരവോട് കൂടിയാണ് നമുക്ക് ഈ പറയുന്ന ഡിജിറ്റൽ മീഡിയകൾ എന്ത് ചെയ്യുന്നത്? കൂടുതലായിട്ട് വരുന്നത്, അല്ലേ? ഇൻ്റർനെറ്റ് ബേസ്ഡ് ആണ് ഇത്. വെബ്സൈറ്റുകൾ, ഓൺലൈൻ ന്യൂസ് ചാനലുകൾ, ബ്ലോഗുകളൊക്കെ ഈ പറയുന്ന ഡിജിറ്റൽ മീഡിയക്കകത്താണ് വരുന്നത്. ലൈവായിട്ടുള്ള അപ്ഡേറ്റും റിപ്പോർട്ടുകളും നമുക്കിവിടെ കിട്ടും. പെട്ടെന്ന് മാറ്റാൻ പറ്റും, അല്ലേ? ബുക്ക് ഒരു തവണ പ്രിൻ്റ് ചെയ്ത് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ അപ്ഡേറ്റ് ചെയ്യാന്ന് വെച്ചാൽ പുതിയ എഡിഷൻ വരണം. ഇവിടെ അങ്ങനെയൊന്നുമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എഡിറ്റ് ചെയ്ത് കാര്യങ്ങൾ അയക്കാൻ പറ്റും. സോഷ്യൽ ഇൻറ്ററാക്ഷൻസും ഡിസ്കഷൻസും ഇവിടെ നമുക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും, അല്ലേ? കാരണം എല്ലാ ബ്ലോഗും ചാനലിലൊക്കെ താഴെ തന്നെ കമൻറ്റ് ബോക്സ് ഉണ്ട്. നിങ്ങൾക്ക് അവിടെ കമൻറ്റ് ചെയ്ത് എന്ത് ചെയ്യാം? അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം, നിങ്ങളുടെ തോന്നലുകളൊക്കെ അറിയിക്കാനായിട്ട് പറ്റും. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടോ? ഒന്ന് കമൻറ്റ് ചെയ്തേ എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എന്നുമായിട്ട് അല്ലെങ്കിൽ ഞാനുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുകയാണ്. എൻകറേജസ് ഷെയറിങ് ആൻഡ് കൊളാബറേഷൻ ഇൻ ലേണിംഗ്, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. എൻ്റെ അറിവ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നു. അങ്ങനെ നമുക്ക് കാര്യങ്ങൾ പറ്റും. ഇതാണ് എന്ത് ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്നത്, അല്ലേ? എപ്പോഴാണ് വന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്, അല്ലേ? ആഫ്റ്റർ ദ ഇൻ്റർനെറ്റിൻ്റെ വരവോടുകൂടിയാണ് വരുന്നത്. ഓൺലൈൻ ന്യൂസ്, ബ്ലോഗ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇൻ്ററാക്ഷൻസിൻ്റെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ തരുന്നുണ്ട്. ലാസ്റ്റ് വരുന്നതാണ് സോഷ്യൽ മീഡിയ. ഏതൊക്കെയാണ് സോഷ്യൽ മീഡിയ എന്ന് ചോദിച്ചാൽ അതിന് മാത്രം നിങ്ങൾക്ക് സംശയമൊന്നും ഉണ്ടാകത്തില്ല. ഫേസ്ബുക്ക്, വാട്സാപ്പ്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, പിന്നെ ട്വിറ്റർ, ടിൻഡർ എല്ലാം ഇതിനകത്ത് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായിരിക്കും? ക്രിയേഷൻ ആൻഡ് ഇനേബിളിംഗ് ഓഫ് ടെക്സ്റ്റ് ഇമേജ് വീഡിയോസ്, അല്ലെ? ടെക്സ്റ്റ് ഇമേജ് വീഡിയോസ് നിങ്ങൾക്ക് പരസ്പരം ഷെയർ ചെയ്യാം, ഇൻറ്ററാക്ട് ചെയ്യാം. ഡയറക്റ്റായിട്ട് മെസ്സേജ് അയക്കാം, ഫീഡ്ബാക്ക് അയക്കാം, ഓൺലൈൻ ഗ്യാതറിങ്സ് വരെ നടത്താം, അല്ലെ? ഗൂഗിൾ മീറ്റ് വഴി ക്ലാസ് എടുക്കാം. എല്ലാ കാര്യങ്ങളും പറ്റും, അല്ലേ? അപ്പോൾ ഷെയറിങ്ങും അതുപോലെ റിസോഴ്സ് ഇൻഫർമേഷനും ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ തന്നെ എന്താ ഈ പറയുന്ന ഡേറ്റ ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു, മാറ്റങ്ങൾ വരുത്തുന്നു. ഇതാണ് സോഷ്യൽ മീഡിയക്കകത്ത് വരുന്നത്. കണ്ടോ? ടീച്ചർ സെമിനാറിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നു. ക്ലാസ് ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും, അല്ലേ? സ്കൂൾ ഗ്രൂപ്പുണ്ട്, ട്യൂഷൻ ഗ്രൂപ്പുണ്ട്, കൂട്ടുകാരുടെ ഗ്രൂപ്പുണ്ട്, ടർഫിൽ കളിക്കാൻ പോകുമ്പോൾ ഗ്രൂപ്പുണ്ട്, മൊബൈലിൽ ഗെയിം കളിക്കുന്ന, അല്ലേ? BGMI കളിക്കാൻ ഗ്രൂപ്പുണ്ട്, ഫ്രീ ഫയർ കളിക്കാൻ ഗ്രൂപ്പുണ്ട്. അങ്ങനെ ഗ്രൂപ്പുകൾ, കുടുംബശ്രീക്ക് ഗ്രൂപ്പുണ്ട്, അപ്പൂപ്പന് ഗ്രൂപ്പുണ്ട്, അല്ലെ? കുടുംബക്കാരുടെ ഗ്രൂപ്പുണ്ട്. അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. സോ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ട് തന്നെയാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയകളെന്ന് പറയുന്നത്. ഇൻ്റർ പേഴ്സണൽ റിലേഷൻഷിപ്പും സോഷ്യൽ ഇൻറ്ററാക്ഷൻസും നമുക്ക് ഉറപ്പുവരുത്തുന്നു, അല്ലേ? ഇവിടെ ഇരുന്ന് നമുക്ക് മോഹൻലാലിനെ, മമ്മൂട്ടിയെ, ഷാറുഖ് ഖാനെ ആർക്ക് വേണമെങ്കിലും മെസ്സേജ് അയക്കാം, അവരെ പറ്റി കുറ്റം പറയാം, സിനിമ ഇറങ്ങുമ്പോൾ റിവ്യൂ പറയാം. ഇതൊക്കെ എന്താണ്? സോഷ്യൽ മീഡിയയുടെ ഗുണമാണ്. നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ത് ചെയ്യുകയാണ്? ഭയങ്കരമായിട്ട് വളരുകയാണ്. ഓക്കെ, സോഷ്യൽ മീഡിയാസ് ആർ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ദാറ്റ് അലൗ consumers to create, share and interact with the source content such as text, image and videos through various forms of communication such as direct message, feedback, general sharing. ഈ കാര്യങ്ങളൊക്കെ പറ്റും. ഇത്രയേ ഉള്ളൂ. ഇതാണ് എന്തെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഇനി മീഡിയകൾ നമുക്ക് വേറൊരു രീതിയിലും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ട്രഡീഷണൽ മീഡിയ എന്നും ന്യൂ മീഡിയ എന്നും. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നിർത്തിയിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ ഭാഗം സ്റ്റാർട്ട് ചെയ്യാം. നോട്ട് ഞാൻ എന്ത് ചെയ്തേക്കാം? ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തേക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഷെയറിങ് സോഷ്യൽ മീഡിയ. ഇപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.